ഹായ്. ഇന്ന് നമുക്ക് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന ഒരു ചെറിയ നോവൽ, അതിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. ഏണസ്റ്റ് ഹെമിംഗ്വേ അമേരിക്കക്കാരനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമൊക്കെയാണ്. കഥ വളരെ രസാവഹമായി അവതരിപ്പിക്കാൻ കഴിയുന്ന നോവലിസ്റ്റാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേര് കടലും കിഴവനും എന്നാണ്, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. അപ്പോൾ ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത്, നായകൻ എന്ന് പറയുന്നത് സാന്റിയാഗോ എന്ന് പറയുന്ന വൃദ്ധനായ ഒരു ഫിഷർമാനാണ്. വൃദ്ധനായ ഒരു മനുഷ്യനാണ് ഇതിലെ നായകൻ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സാന്റിയാഗോ. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ തൻ്റെ വള്ളമെടുത്ത് കടലിലേക്ക് പോയി മീൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവരിക, അത് ഉപയോഗിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. നിർഭാഗ്യം കൊണ്ടാകാം അദ്ദേഹം കുറേ ദിവസം കടലിൽ ചെന്നിട്ടും കാര്യമായിട്ട് മത്സ്യത്തിനെ പിടിക്കാൻ കഴിയാതെ മടങ്ങി വരുന്ന സാഹചര്യം അദ്ദേഹത്തിനുണ്ടാകുന്നു. ആദ്യത്തെ ഒരു 40 ദിവസത്തോളം അദ്ദേഹത്തിനോടൊപ്പം ഒരു സഹായിയായിട്ട് മനോലിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി. അവൻ കൂടെ ഈ സാന്റിയാഗോടൊപ്പം കടലിൽ പോയി മത്സ്യബന്ധന രീതികൾ പഠിക്കാനായിട്ട് സാന്റിയാഗോടൊപ്പം കടലിൽ പോകുമായിരുന്നു. 40 ദിവസം സാന്റിയാഗോടൊപ്പം ഈ മനോലിൻ കടലിൽ പോയി മടങ്ങി വന്നു. കാര്യമായിട്ട് മീനുകളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മനോലിൻ്റെ അച്ഛനും അമ്മയ്ക്കും സാന്റിയാഗോടൊപ്പം മകൻ തുടർന്ന് കടലിൽ പോകുന്നതിനോട് താല്പര്യമില്ല. കാരണം അവരുടെ കണ്ണിൽ സാന്റിയാഗോ എന്ന് പറയുന്ന ഫിഷർമാൻ ഭാഗ്യം കെട്ട ഒരു ഫിഷർമാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ദിവസം 40-ലേറെ ദിവസം കടലിൽ ചെന്നിട്ടും കാര്യമായി ഒന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ മനോലിൻ്റെ അച്ഛനും അമ്മയും നിർബന്ധം പിടിച്ചു, ഇനി മകൻ സാന്റിയാഗോടൊപ്പം കടലിൽ പോകണ്ട എന്ന തീരുമാനത്തിൽ അവസാനം മനോലിനും മനസ്സില്ലാ മനസ്സോടെ അച്ഛനമ്മമാരുടെ വാക്കുകൾ അനുസരിക്കേണ്ടി വന്നു. അതിനുശേഷം സാന്റിയാഗോ, വൃദ്ധനായ സാന്റിയാഗോ ഒറ്റയ്ക്ക് കടലിൽ പോയി വരിക പതിവായിരുന്നു. അങ്ങനെ ഏകദേശം 84 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 84 ദിവസം പിന്നിട്ടിട്ടും സാന്റിയാഗോയ്ക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. കടലമ്മ കനിഞ്ഞതുമില്ല. അങ്ങനെ 85ാമത്തെ ദിവസം സാന്റിയാഗോ കടലിൻ്റെ ഉള്ളിലേക്ക്, കൂടുതൽ അകത്തേക്ക് കടന്നു കയറി മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ചൂരമീനിനെ പിടിച്ച് അതിൻ്റെ കുറച്ച് ഭാഗം ഭക്ഷിക്കുകയും അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് ചൂണ്ടയിൽ കൊരുത്ത് കടലിലേക്ക് വലിച്ചിടുകയാണ്. എന്നിട്ട് അദ്ദേഹം വളരെ ആകാംക്ഷയോടെ തൻ്റെ ചൂണ്ട വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു വലിയ എന്തോ ഒരു മത്സ്യം ഈ ചൂണ്ടയിൽ കുടുങ്ങിയതായിട്ട് സാന്റിയാഗോയ്ക്ക് ബോധ്യപ്പെട്ടു. സാന്റിയാഗോ തൻ്റെ പ്ലാസ്റ്റിക് ചരട് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ആ ചരടിനെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. എന്തോ ഒരു വലിയ മീനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈ പിടിച്ച മീന്, അതിൻ്റെ പേര് മാർലിൻ എന്നാണ്. മാർലിൻ എന്ന് പറയുന്ന ഒരു വലിയ മീനാണ്. അതായത് തൻ്റെ വള്ളത്തിനേക്കാളും വലിപ്പമുണ്ട് എന്നാണ് പറയുന്നത്. ഏകദേശം 1500 പൗണ്ട് ഭാരമുള്ള ഒരു വലിയ മത്സ്യമാണ് 85ാം ദിവസം സാന്റിയാഗോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മത്സ്യത്തിനെ കീഴ്പ്പെടുത്തണമല്ലോ. ഈ മത്സ്യം ഈ സാന്റിയാഗോയുടെ വള്ളത്തിനെയും വലിച്ചുകൊണ്ട് ഇങ്ങനെ കടലെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ആ ദിവസം വൈകുന്നേരമായി, രാത്രിയായി, വീണ്ടും പ്രഭാതമായി.
ഈ മത്സ്യം ഇങ്ങനെ ഓട്ടം നിർത്തുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മത്സ്യം മാർലിൻ എന്ന് പറയുന്ന മത്സ്യം അത് ക്ഷീണിക്കുകയും അതിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം കുറേ വാർന്നു പോവുകയും അതിങ്ങനെ ഇടവിട്ട് എത്തി ഈ പിടിക്കുന്നതിനാൽ ഈ പ്ലാസ്റ്റിക് ചരട് സാന്റിയാഗോയുടെ കൈകളിലും അതുപോലെ ശരീരത്തും മുഖത്തുമൊക്കെ പാടുകളുണ്ടാക്കി. കൈകളൊക്കെ മുറിഞ്ഞു. അവിടെ നിന്ന് രക്തമൊക്കെ ഇങ്ങനെ ധാരധാരയായി പോവുകയാണ്. കാരണം അത്രയ്ക്ക് വലിപ്പമുള്ള മത്സ്യത്തിനെയാണ് സാന്റിയാഗോ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരമായപ്പോൾ ഏകദേശം മാർലിൻ ചലനരഹിതമായി അതിനെ തൻ്റെ വള്ളത്തിനോടൊപ്പം ചേർത്ത് കെട്ടി തിരിച്ച് കരയിലേക്ക് വരാനായിട്ട് സാന്റിയാഗോ തീരുമാനിക്കുന്നു. അങ്ങനെ കരയിലേക്ക് യാത്ര തിരിക്കുന്നു. അപ്പോൾ മടക്ക യാത്രയിൽ ഒരുപാട് ഷാർക്ക് എന്ന് വെച്ചാൽ ഒരുതരം മീനാണ്. അത് വന്ന് ഈ മാർലിൻ എന്ന് പറയുന്ന മത്സ്യത്തിനെ ആക്രമിക്കുകയും അതിൻ്റെ ഫ്ലഷായ ഭാഗം, അതിൻ്റെ മാംസം തിന്നാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സാന്റിയാഗോ തൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നു. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് സാന്റിയാഗോയുടെ കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങളും വാളും ഹാർപ്പൂൺ പോലെയുള്ള ചില ആയുധങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുന്നു. എന്നാലും തൻ്റെ സ്ഥിരോത്സാഹവും കോൺഫിഡൻസും നഷ്ടപ്പെടുത്താതെ അദ്ദേഹം ചെറുത്തു നിൽക്കുന്നു. അങ്ങനെ വൈകുന്നേരം ഏറെ വൈകി അദ്ദേഹം തൻ്റെ സ്വന്തം തീരത്ത് വരികയാണ്. അടഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മാർലിൻ എന്ന് പറയുന്ന ഫിഷിൻ്റെ ശരീരത്തിൽ മാംസം ഒന്നും തന്നെ ഇല്ല, അതിൻ്റെ സ്കെലിറ്റൻ മാത്രമേ ഉള്ളൂ. ഇത് കണ്ട ഓടിക്കൂടിയ നാട്ടുകാർക്ക് വലിയ പ്രയാസം തോന്നി. കാരണം ഇത്രയും വൃദ്ധനായ സാന്റിയാഗോ 85 ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം ലഭിച്ച മത്സ്യമാണ്. അതിൻ്റെ ഗതി ഇതായല്ലോ എന്നാലോചിച്ച് അവർ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മുടെ സാന്റിയാഗോ ഒരു തരത്തിലുള്ള ക്ലേശവും ദുഃഖവും കൂടാതെ അദ്ദേഹം വളരെ പ്രസന്നവദനായി തന്നെ തൻ്റെ കുടിലേക്ക് പോവുകയും രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങുകയും ഉറക്കത്തിൽ അദ്ദേഹം സിംഹത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മൃഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള സ്വപ്നം കണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്നു. അതിരാവിലെ എണീറ്റ് വീണ്ടും അദ്ദേഹം മത്സ്യബന്ധനത്തിന് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, അതായത് തോൽവി ഒന്നിനും അവസാനമല്ല, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം അതിൽ തന്നെ പറയുന്നുണ്ട്, മാൻ ക്യാൻ ബി കിൽഡ്, കനോട്ട് ബി ഡിഫീറ്റഡ് എന്നാണ്. കൊല്ലാം, പക്ഷേ മനുഷ്യനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇതാണ് ഈ നോവലിലെ മെസ്സേജായി പറയാനുള്ളത്.